ജീവിതം മാറിമറിയുന്ന 7 നക്ഷത്രജാതകർ. ഈ 7 നക്ഷത്രജാതകരെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. മെയ് മാസം 1 വ്യാഴത്തിൻ്റെ ഗ്രഹപ്പകർച്ചയാണ്. വ്യാഴത്തിൻ്റെ ഗ്രഹപ്പകർച്ച കൊണ്ട് സൗഭാഗ്യവും അതിസമ്പന്നതയിൽ എത്താൻ സാധിക്കുന്നതുമായ 7 നക്ഷത്രജാതകർ. ഈ 7 നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്ന കാലം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമായിരിക്കും. പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും മാറുന്ന സമയം, ജീവിതം വിജയിക്കുന്ന സമയം, കുറച്ച് നാളുകൊണ്ട് നല്ല രീതിയിൽ ജീവിതം ഡെവലപ്പാകുന്ന, അതല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന, എല്ലാ ദുഃഖങ്ങളും ഒഴിയുന്ന 7 നക്ഷത്രജാതകർ. ഇവരുടെ രോഗം, ശത്രു, കടം ഇവയൊക്കെ ഈ നാളുകാർ അല്പം കരുതലോടെ കാണേണ്ട സമയമാണ്. തീർച്ചയായും ഇവർ ശ്രദ്ധിക്കണം. ഈ 7 നക്ഷത്രജാതകർ അല്പം ശ്രദ്ധയോടുകൂടി പോകേണ്ട സമയമാണ്. ഈ കടങ്ങളും മറ്റും തീരുവാനുള്ള നല്ല ഒരു സാഹചര്യം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിൽ ഇനി വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ 7 നക്ഷത്രജാതകർ മുന്നോട്ടു പോവുക. ദുഃഖങ്ങളൊക്കെ മറക്കുക, സങ്കടങ്ങളൊക്കെ മാറ്റുക, ജീവിതത്തെ ഒരു പോസിറ്റീവ് ആയി കാണുക. നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകേണ്ടവരാണ് നിങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ പോകാൻ, നല്ല ജോലി ലഭിക്കാൻ, മനസ്സിലെ ആഗ്രഹം അത് എന്തു തന്നെയായാലും അത് നേടാനൊക്കെയുള്ള അവസരം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു. കലഹങ്ങൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് പങ്കാളിയുമായി, അതല്ലെങ്കിൽ പ്രണയിക്കുന്നവരുമായി. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പറഞ്ഞ് പരിഹരിക്കുക കാര്യങ്ങൾ. ഒപ്പം ധനപരമായ നേട്ടവും ഈ 7 നക്ഷത്രജാതകർക്ക് ഉണ്ട്. ഇവരുടെ ജീവിതം മാറിമറിയും. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുവാൻ ചില പരിഹാരങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോവുക. ഗുരുവായൂരപ്പന് പച്ചപ്പട്ടൊക്കെ ചാർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി നടക്കണം. വ്യാഴമാറ്റം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അതീവ സമ്പന്നതയിലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യണം. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ട് എങ്കിൽ വളരെ ചുരുക്കി ഒന്നെഴുതുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആ ആദ്യത്തെ 3 നക്ഷത്രജാതകർ മകയിരവും തിരുവാതിരയും പുണർത്തവുമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കുവാൻ കഴിയുന്ന സമയം, ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം, കടങ്ങളൊക്കെ ധാരാളമുള്ളവരാണ് എങ്കിൽ കടങ്ങളൊക്കെ തീരുന്ന സമയം, വിദേശത്ത് കാലങ്ങളായി പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, അത് നടക്കാതിരിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം, വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ 3 നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോവുകയാണ്. മകയിരം, തിരുവാതിര, പുണർതം. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തണം. ഒപ്പം ഭദ്രകാളി ദേവി ക്ഷേത്രം, ഇവിടങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും. ഈ 7 നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തണം, ഭദ്രകാളി ദേവി ക്ഷേത്രം നടത്തണം,
ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകും. പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. വിദേശത്ത് പോകുവാൻ കൊതിക്കുന്നവർക്ക് അത് നടക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. മകയിരവും തിരുവാതിരയും പുണർത്തവും അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം അത്തവും ചിത്തിരയുമാണ്. ഭാഗ്യം ഇനി കൂടെ ഉണ്ടാകുന്ന സമയം. ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം. ഭാഗ്യം ഇനി നിങ്ങളുടെ കൂടെയുണ്ടാകും. കഷ്ടപ്പാടുകൾക്ക് മാറ്റം വരുന്നു. വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയേറെ നേട്ടമുള്ള സമയമാണ്. ചില സ്നേഹിതരുമായി കലഹങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുക. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം, ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഒക്കെ നടത്തി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ചയുടെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് മനപ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ മനപ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾക്കിനി മാറിക്കിട്ടും. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ഗുജറാത്തിലോ ബാംഗ്ലൂരോ തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. കാനഡയിലോ അതല്ല മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എവിടെയാണെങ്കിലും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നത്. ഉയർച്ചയുണ്ടാകുന്ന മറ്റൊരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി വിജയം നേടുന്ന സമയം. ഒന്നിലും വിജയിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ ആ സങ്കടമൊക്കെ മാറി ഇനി വിജയിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പോരാടും. അത് വിജയത്തിൽ കൊണ്ടെത്തുകയും ചെയ്യും. തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. നവഗ്രഹ പൂജ നടത്തുക. നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ നടത്തുക. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നടക്കും. ഉറപ്പാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് നല്ല സമയമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എത്തും. നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾ നേടും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി നടക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ഒരു വീട് വെക്കണമെന്നുള്ള നിങ്ങളുടെ കൊതി അല്ലെങ്കിൽ ആഗ്രഹം അതൊക്കെ നടക്കും. അതുപോലെ തന്നെ അന്യഗൃഹവാസം, അതായത് ഇപ്പോഴുള്ള വീടൊക്കെ വിട്ട് നിങ്ങൾ ഒരു വലിയൊരു വീട്ടിലേക്ക് താമസിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും. കാറൊക്കെ വാങ്ങും. പുതിയ കാറൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കാതെ, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഉറപ്പാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായും വിജയത്തിലെത്തും. എല്ലാ ഐശ്വര്യവും എല്ലാ സമൃദ്ധിയും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ വലിയ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.